എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു PDP അഥവാ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്ന വിഷയത്തെ പറ്റിയാണ്. രണ്ട് സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ഒന്ന്, നിങ്ങളൊരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇനി നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു കരിയർ ആസ്പിരൻ്റൊക്കെ ആയിട്ടുള്ള ഒരാൾ ഇനി ഒരു പുതിയ മേഖലയൊക്കെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ആ തരത്തിൽ നിങ്ങൾക്കിതിനെ കാണാം. കാരണം ഒരു 10 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അജണ്ടയിൽ ഉൾക്കൊള്ളിക്കുക. ഒന്നാമത്തെ കാര്യം, അഥവാ സ്റ്റെപ്പ് നമ്പർ 1, വാട്ട് ആർ മൈ കരിയർ ആസ്പിരേഷൻസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈമിൽ നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. നമ്മൾ ഏത് ഫീൽഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മേഖലയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ട്രാൻസിഷൻ ടു ന്യൂ ഇൻഡസ്ട്രി, നമ്മൾ ഏതെങ്കിലും മേഖല മാറ്റിപ്പിടിക്കണോ, പുതിയ രംഗത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതിനുവേണ്ടി എന്തെങ്കിലും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടോ. പ്രത്യേകിച്ച് ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളരെയധികം ബൂം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ പലരും ഇങ്ങനെയുള്ള പുതിയ മേഖലകളിലേക്കൊക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗോൾസിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം, എന്ത് മേഖലയാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെ സഹായിക്കുന്ന കാര്യമാണ് സ്റ്റെപ്പ് നമ്പർ 2, വാട്ട് ഈസ് മൈ SWOT. SWOT മീൻസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഒരു ഇൻട്രോസ്പെക്റ്റീവ് ലുക്ക് ഉണ്ടാവും. അതായത് ഉള്ളിലേക്ക് നമ്മൾ തന്നെ നമ്മളെപ്പറ്റി ഒന്ന് നോക്കുക. എന്തൊക്കെയാണ് എൻ്റെ കഴിവുകൾ, എന്തൊക്കെയാണ് എനിക്കിപ്പോൾ പോരായ്മകളായിട്ടുള്ളത്, എന്തൊക്കെ അവസരങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, എന്തൊക്കെയാണ് മുന്നോട്ട് എനിക്ക് വരാൻ സാധ്യതയുള്ള ചാലഞ്ചസ്. ഇതിനെയൊക്കെ ഒന്ന് നോക്കിക്കണ്ട് നമ്മൾ ഒരു ഏരിയ, നമ്മുടെ സ്ട്രെങ്ത് ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാനും വീക്ക്നെസ്സുകളെ പരമാവധി നമ്മൾ കുറച്ച് കൊണ്ടുവരാനും ശ്രമിക്കുക. തേർഡ് വൺ ഈസ് വാട്ട് ആർ മൈ കീ പെർഫോമൻസ് മെട്രിക്സ്. നമ്മളെ തന്നെ അളന്ന് നോക്കേണ്ട ചില അളവുകോലുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? പ്രത്യേകിച്ച് അത് വളരെ സ്മാർട്ടായിട്ട്, വളരെ സ്പെസിഫിക്കും മെഷറബിളും എത്തിച്ചേരാൻ പറ്റുന്ന, അച്ചീവബിളായിട്ടും റെലവൻ്റായിട്ടും ടൈം ബൗണ്ടായിട്ടൊക്കെ തന്നെ സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് ചില സ്പെസിഫിക് പ്രൊജക്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് സഹായിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടുന്ന പ്രൊജക്റ്റുകളുടെ ഭാഗമാവുക. അതിന് ചില അളവുകോലുകൾ സെറ്റ് ചെയ്യുക. നാലാമത്തെ കാര്യം, വാട്ട് ആർ മൈ കീ പ്രൊജക്ട്സ്. എന്തൊക്കെ കാര്യങ്ങളിൽ ഞാനിനി മുന്നോട്ട് ഇൻവോൾവ് ആവണം. ചിലരൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇൻറ്റേൺഷിപ്പ് തന്നെ നല്ല സ്ഥാപനങ്ങളിൽ നല്ല ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്താൽ അത് കരിയറിൽ ഉണ്ടാക്കുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഭാവിയിലേക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഭാഗമാവുമ്പോൾ തന്നെ അതിൽ നോക്കുക, എനിക്ക് എന്തൊക്കെ ചലഞ്ചുകളെയാണ് അവിടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, ആ ചലഞ്ചിൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റും, ഞാൻ ഭാഗമാവുന്ന സ്ഥാപനത്തിൻ്റെ സക്സസ്സിന് എനിക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നാളെ ഞാനൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉയർന്ന തസ്തികയിലേക്ക് പോവുകയാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് കൗണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. അത്തരം നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം, ഹൗ വിൽ ഐ നർച്ചർ കീ റിലേഷൻഷിപ്സ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ്റെ അകത്ത് മെൻറ്റേഴ്സ്, നമ്മുടെ സൂപ്പർവൈസേഴ്സ്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്ന സപ്ലയേഴ്സ് ആവട്ടെ, കണക്ട് ചെയ്യപ്പെടുന്ന മറ്റുള്ള ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇങ്ങനെ പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നാളെ നമ്മുടെ ഗ്രോത്തിന് വളരെ സപ്പോർട്ടീവായിരിക്കും. അത് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഗൈഡൻസ് തരും, ഫീഡ്ബാക്ക് തരും, പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു തരും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ്റെ ഭാഗമാക്കുക. ആറാമത്തെ കാര്യം, വാട്ട് ഡു ഐ നീഡ് ടു ലേൺ. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നൊരു സ്പെസിഫിക് അജണ്ട ഉണ്ടാവുക. ലേൺ മോർ ടു ഏൺ മോർ എന്നുള്ളത് എപ്പോഴും PDPയിൽ ഉറപ്പുവരുത്തുക. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഏണിങ്ങിനെയും കൂടെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഏറ്റവും അനുയോജ്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ചില സർട്ടിഫിക്കേഷൻസ്, എഡ്യൂക്കേഷണൽ കോഴ്സുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നോളജ് വർദ്ധിക്കാനും അതുവഴി നമ്മുടെ കരിയർ ഗ്രോത്തിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ ഭാഗമാവാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരിക്കും. ഏഴാമത്തെ കാര്യം, വാട്ട് മെൻറ്ററിങ് ഓർ കോച്ചിങ് ഡു ഐ നീഡ്. ചില കാര്യങ്ങളിൽ ലേണിംഗ് മാത്രമല്ല, ഒരു കറക്റ്റായിട്ട് നമുക്കൊരു മെൻറ്റർ ഉണ്ടാവുകയും ആ മെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ളൊരു റെഗുലർ ഇൻട്രാക്ഷൻ അഥവാ ഒരു കോച്ചിങ് കിട്ടുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ഗ്രോത്തിനും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിനും ആക്സിലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമായിരിക്കും. എട്ടാമത്തെ സ്റ്റെപ്പ്, ഹൗ വിൽ ഐ ബിൽഡ് മൈ നെറ്റ്വർക്ക്. എൻ്റെ നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ് വർത്ത് എന്നാണ്. നെറ്റ്വർക്കിംഗ് എങ്ങനെ ചെയ്യാം, ക്വാളിറ്റിയുള്ള കണക്ഷൻസ് റാദർ ദാൻ ക്വാണ്ടിറ്റി, ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ജോലിയിലാവട്ടെ ബിസിനസ്സിലാവട്ടെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന എത്ര കണക്റ്റ് നമുക്കുണ്ട്, അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നോക്കുക. ഇൻഡസ്ട്രി ഇവൻറ്റുകളുടെ ഭാഗമാവുക, പല പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലുണ്ടാവുക, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ടും നമ്മുടെ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. ഒമ്പതാമത്തെ കാര്യം, വാട്ട് ഈസ് മൈ ടൈം ലൈൻ, വാട്ട് മൈൽ സ്റ്റോൺസ് വിൽ ഐ സെറ്റ് എന്നുള്ളതിനൊരു ഉത്തരം കണ്ടെത്തണം. ഓരോന്നിനും ഒരു സമയം നിശ്ചയിക്കണം.
ഒരു മൈൽ സ്റ്റോൺസ് നിശ്ചയിക്കണം. ഇന്ന സമയത്തിനുള്ളിൽ, ഇന്ന വർഷത്തിനുള്ളിൽ, ഇത്ര മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഒരു ആക്ഷണബിൾ സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്ത് അത് ഓരോന്നും അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസും കിട്ടും, ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് ഫൈനലി റിവ്യൂ ആൻഡ് റിവൈസ് റെഗുലർലി. നമ്മളൊരു PDP ഒക്കെ തയ്യാറാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ റിവ്യൂ ഇടയ്ക്ക് ആവശ്യമാണ്. എത്രത്തോളമായി നമ്മുടെ PDPയിലുള്ള പ്രോഗ്രസ്, എത്രത്തോളം ലേൺ ചെയ്യാൻ പറ്റി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നു, ചില കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ, കാലഹരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട നെസസറി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് പുതിയ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. കാരണം കാലഘട്ടം വളരെ വേഗതയിൽ മാറുന്നു, ടെക്നോളജി വളരെ ശക്തമായി മാറുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ള ബിസിനസ് പ്ലാനുകളോ മുന്നേ കണ്ടിട്ടുള്ള കരിയർ പ്ലാനോ ചിലപ്പോൾ മാറ്റി പിടിക്കേണ്ടതായിട്ട് വരും. ഇത്തരം കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് റിവൈസ് ചെയ്യുകയും ചെയ്യുക. ഈ 10 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു മികച്ച പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ കരിയറിൽ അതിപ്പോൾ ജോലി ചെയ്യാനാവട്ടെ, ബിസിനസ് ചെയ്യാനാവട്ടെ, നിങ്ങൾക്കൊരു വ്യക്തമായ പദ്ധതിയോടുകൂടി എത്തിച്ചേരാനായിട്ട് സാധിക്കും. താങ്ക് യു.